എം പോക്സ് അഥവാ മങ്കി പോക്സ്. ഇത് കാരണം വീണ്ടും ഒരു ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോ ഇന്റർനെറ്റ് മുഴുവൻ ചർച്ച ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എം പോക്സ് ഈസ് ആൻ ഇന്റർനാഷണൽ കൺസേൺ ആൻഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസി. അതായത് എം പോക്സ് എന്ന് പറയുന്ന ഒരു കൊടൂരമായ വൈറസ്, അതായത് എം പോക്സ് മങ്കി പോക്സ് ലോകം മുഴുവൻ വരാൻ പോകുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡായ, അതായത് കോവിഡ് ടൈമിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയ ഡോക്ടർ ടെഡ്രോസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡായ ഡോക്ടർ ടെഡ്രോസ് ആണ് പറയുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ അലർട്ടായിട്ടിരുന്നോളം എം പോക്സ് സ്പ്രെഡ് ചെയ്യുന്നു. എം പോക്സ് ഇതിനോടകം തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നൈബർ കൺട്രി ആയ പാകിസ്ഥാനിലും ഒരു 2-3 പേർക്ക് ഇത് സ്ഥിരീകരിച്ചു. അപ്പോ വാട്ട് ഈസ് എം പോക്സ്? എന്താണ് എം പോക്സ്? എന്താണ് ഇതിന്റെ സിംറ്റംസ്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രെഡ് ആകുന്നത്? നമ്മുടെ ഇന്ത്യ എന്താണ് ഇതിനു വേണ്ടി ചെയ്ത കാര്യം? അതുകൂടാഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന ഒരു കാര്യം, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും രാത്രി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും നോ ലൂസ് ടോക്സ്, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം. സോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എം പോക്സ്? ഹൗ ക്യാൻ വി പ്രിവെന്റ് ദിസ് എം പോക്സ്? സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ വിഷയം, ദി ഡയറക്ടർ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് ഡിക്ലെയർഡ് എം പോക്സ് ഔട്ട് ബ്രേക്ക്. അതായത് നമുക്ക് ഇപ്പോ ഒരുപാട് വാർത്തകളിൽ കണ്ടിട്ട് നമുക്കറിയാം, ഇപ്പോ എം പോക്സ് മങ്കി പോക്സ് എന്നത് ഒരുപാട് രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്നുണ്ട്. ഇന്ത്യയിലും വളരെയധികം ജാഗ്രതയാണ് ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് പുലർത്തുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്കൊരു ഡൗട്ട് കാണും, മങ്കി പോക്സ് അതിന് എന്തുകൊണ്ടാണ് എം പോക്സ് എന്ന് വിളിക്കാൻ കാരണം? ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു മങ്കി പോക്സ് കൂടുതലായിട്ടും കണ്ടുവന്നത് ആഫ്രിക്കയിലാണ്. ഇപ്പോൾ ആഫ്രിക്കയിലെ ആളുകളെ കണ്ടാൽ തന്നെ നമുക്കറിയാം, അവരെ കാണുമ്പോൾ തന്നെ ഒരു ഇരുണ്ട നിറമല്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണ് ആഫ്രിക്കയിലുള്ളത്. അപ്പോൾ അവിടങ്ങളിലുള്ള വൈറ്റ് സ്കിന്നുള്ള ആൾക്കാർ ഈ ആഫ്രിക്കൻ ജനങ്ങളെ കളിയാക്കാൻ തുടങ്ങി, മങ്കി എന്നൊക്കെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ലേറ്റർ സമയത്ത് ആ ഒരു മങ്കി പോക്സ് എന്ന പേര് മാറ്റി എം പോക്സ് എന്ന പേരാക്കിയത്. കാരണം നമുക്കിപ്പം ആരെയും ഒന്നും പറഞ്ഞ് കളിയാക്കാനായിട്ടുള്ള അധികാരമില്ല. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മങ്കി പോക്സിനെ എം പോക്സ് എന്ന പേരിലേക്ക് മാറ്റി. എല്ലാ രാജ്യത്തും കാണും നല്ല ആൾക്കാരും കെട്ട ആൾക്കാരും. അപ്പോ ആ ഒരു ഇഷ്യൂ ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടിയാണ് മങ്കി പോക്സിനെ മാറ്റിയിട്ട് എം പോക്സ് എന്ന പേരാക്കി ഡിക്ലെയർ ചെയ്തത്. 1958 ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ കോങ്ങോയിൽ വെച്ചിട്ട് ഒരു കോളനി ഓഫ് മങ്കീസ്, അതായത് ഒരു കൂട്ടം മങ്കീസിനെ ഒരു കൂട്ടിലിട്ട് കുറെ റിസർച്ച് ഒക്കെ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, കുറെ കാലം ഈ മങ്കീസിനെയൊക്കെ ഒരു കൂട്ടിലിട്ടപ്പോഴത്തേക്കും അവരുടെ ദേഹത്ത്, അതായത് മങ്കീസിന്റെ ദേഹത്ത് ചെറിയ ചെറിയ കുമിളകൾ രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന് മങ്കി പോക്സ് എന്ന പേര് വന്നത്. പിന്നീട് ലേറ്റർ 1970 കാലഘട്ടങ്ങളിൽ ഈ ഒരു മങ്കി പോക്സ് നമ്മൾ മനുഷ്യരുടെ ഇടയിലും കണ്ടെത്തി, അതായത് ആഫ്രിക്കയിലെ മനുഷ്യരുടെ ഇടയിലും ഇത് കണ്ടെത്തി. പക്ഷേ ഇൻഫാക്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ശരിക്കും മങ്കീസിനല്ല ആദ്യം വന്നു തുടങ്ങിയത്. അതായത് നേറ്റീവ് ടു ചെറിയ മാമൽസ്, അതായത് എലി, പെരിച്ചാഴി, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികൾക്കാണ് ആദ്യം ഈ ഒരു രോഗം വന്നു തുടങ്ങിയത്. പക്ഷേ ക്രമാതീതമായിട്ട് കൂടുന്നത് മങ്കീസ്, അതായത് മങ്കീസിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് പേരിട്ടത്. പക്ഷേ പിന്നീട് 1970 കാലഘട്ടങ്ങളിൽ മിഡിൽ ആഫ്രിക്കയിലെ ജനങ്ങൾക്കും ഈ ഒരു രോഗം കണ്ടെത്തി. മിഡിൽ ആഫ്രിക്കയിൽ ഇതിനെ അവരൊരു എൻഡമിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എന്താണ് എൻഡമിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എവിടെയൊക്കെ ഉണ്ടാകും, ഇതിനൊരു അവസാനം ഉണ്ടാകില്ല. അതായത് അത് ഒരു സാധാരണമായിട്ട് അവിടെ എവിടെയായിട്ട് കാണുന്ന ഒരു രോഗം, അതിനൊരു എൻഡിങ് ഇല്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു എൻഡമിക്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മങ്കി പോക്സിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് മങ്കി പോക്സ് ക്ലേഡ് 1ഉം മങ്കി പോക്സ് ക്ലേഡ് 2ഉം. ഈ ഒരു മങ്കി പോക്സ് ക്ലേഡ് 2 ആണ് ഗ്ലോബലി അവിടെ എവിടെയായിട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇത് സാധാരണമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകും. പക്ഷേ മങ്കി പോക്സിന്റെ ക്ലേഡ് 1 ആണ്, അതായത് ക്ലേഡ് 1 ആണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്. ഇതാണ് എല്ലായിടത്തും റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഒരു ക്ലേഡ് 1 ആണ് ഇപ്പോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്, ഏറ്റവും അപകടകാരിയായ വൈറസ്. ഇനി നോക്കിയാൽ ആഫ്രിക്കയിൽ 14,000 കേസുകളാണ് 2024 റിപ്പോർട്ട് ചെയ്തത്. അതായത് 2024 റിപ്പോർട്ട് ചെയ്ത ഈ 14,000-ൽ 500 പേരാണ് മരിച്ചത്. ഇതൊരു സാധാരണ കണക്കാണ്. കണക്കുകൾ എപ്പോഴും കുറഞ്ഞേ വരുള്ളൂ. 500 പേരാണ് ഇപ്പൊ അവിടെ മരിച്ചെന്ന് പറയുന്നത്. 1970 കാലഘട്ടങ്ങൾ മുതലുള്ള ഒരു രോഗം ഈ ഒരു 2024 ഇത്രയും സിവിയർ ആയിട്ട് 500ഓളം പേര് മരിച്ചു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഗ്ലോബൽ കൺസേൺ ആയിട്ട് മാറ്റാൻ കാരണം.
ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് നോക്കേണ്ട കാര്യം, ആദ്യത്തെ ഇമ്പോർട്ടന്റ് കാര്യം, ഇതിന് വാക്സിൻ ഇല്ല. അതായത് ഈ ഒരു മങ്കി പോക്സ് വന്നു കഴിഞ്ഞാൽ നോ വാക്സിൻ. ഇത് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി. അതായത് 1970 കാലഘട്ടങ്ങൾ മുതലുള്ള ഒരു രോഗം, അതിന് ഇതുവരെയും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. സ്മാൾ പോക്സിന്റെ വാക്സിനാണ് ഇപ്പോഴും ഈ ഒരു മങ്കി പോക്സിന് ചെറിയ ഡോസിൽ കൊടുക്കുന്നത്. കോവിഡ് മഹാമാരി വന്നപ്പോഴത്തേക്കും അതിന്റെ വാക്സിൻ 5 മാസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു മങ്കി പോക്സിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. ഒരു ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസും മുന്നോട്ട് വന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി പറയേണ്ടത് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആണ്. അതായത് 5 മുതൽ 21 ദിവസം വരെ. അതായത് ഈ ഒരു വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ 5 മുതൽ 21 ദിവസത്തിനകത്ത് വരെയുള്ള ദിവസം, അതായത് ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ശരീരത്തിലെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ഇനി ഈ ഒരു എംപോക്സ് ബാധിച്ചാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീവർ, പനി ഉണ്ടാകും, ഹെഡ് ആക്ക് ഉണ്ടാകും, മസിൽ ആക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ റാഷസ് നമ്മുടെ ഫേസിലൊക്കെ വരും. അത് പിന്നീട് നമ്മുടെ ബോഡി ഫുള്ള് സ്പ്രെഡ് ആവും. അത് പിന്നെ ചെറിയ 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 കുമിളകളായിട്ട് ശരീരം മുഴുവൻ വരാനായിട്ട് തുടങ്ങും. അപ്പോ ഇതാണ് എംപോക്സിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അതായത് പനി, തലവേദന, മസിൽ പെയിൻ, പിന്നെ ചെറിയ ചെറിയ റാഷസ് ഫേസിൽ വരും. അത് പിന്നെ ബോഡി ഫുള്ള് സ്പ്രെഡ് ആകും. പിന്നെ അതൊരു കുമിളകളായിട്ട് മാറും. ഇത് ശരീരം മുഴുവൻ സ്പ്രെഡ് ആകുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്, അതായത് ഇത് ശരീരം മുഴുവൻ സ്പ്രെഡ് ആയാലും ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്നത് പുരുഷന്മാരുടെ പ്രൈവറ്റ് പാർട്ടിലാണ്. അപ്പോൾ ഇനി ഇത് എപ്പോൾ ശരിയാകുമെന്ന് ചോദിച്ചാൽ, ബൈ ഡിഫാൾട്ട് ഇതൊരു 2-3 ആഴ്ചകൾ കൊണ്ട് ശരിയാകേണ്ട ഒരു രോഗമാണ്. ഇതിന്റെ ഫെർട്ടാലിറ്റി റേറ്റ്, അതായത് ഇതിന്റെ മരണ റേറ്റ് എന്ന് പറയുന്നത് 10%. അതായത് 100 പേർക്ക് വന്നു കഴിഞ്ഞാൽ 10 പേരും മരിക്കും. ഇത് കോങ്കോ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലേക്ക്, അതായത് കോങ്കോയിലും നൈജീരിയയിലൊക്കെ ഇതൊരു എൻഡമിക് ആണ്. അതായത് സ്മാൾ പോക്സിന്റെ വാക്സിൻ തന്നെയാണ് അവിടുത്തെ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മങ്കി പോക്സ് വന്നു കഴിഞ്ഞാൽ സാധാരണമായിട്ട് കൊടുക്കുന്നത്. വൈ ദിസ് ഈസ് എ ഗ്ലോബൽ കൺസേൺ നൗ? അതായത് 1970 കാലഘട്ടങ്ങൾ മുതലുള്ള ഒരു രോഗം എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വലിയ വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും ഒരു വാർണിംഗ് ഇറക്കാൻ കാരണം എന്ന് നോക്കിയാൽ, ഇപ്പോ ഇത് സ്പ്രെഡ് ആയത്, അതായത് ഇപ്പോൾ ഇത് സ്പ്രെഡ് ആകുന്നത് കാനഡ, സ്വീഡൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ്. അതായത് എംപോക്സ് റിപ്പോർട്ട് ചെയ്തതിൽ കാനഡയും സ്വീഡനും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ ഉണ്ട്. ഇതൊരു വലിയ കൺസേൺ ആണ്. അതായത് കാനഡയിലും സ്വീഡനിലും ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഒരുപാട് പേര് കാനഡയിലേക്ക് പോകുന്നു, ഒരുപാട് പേര് അവിടെ നിന്ന് വേറെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോ ഇത് കണക്കിലെടുത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഇറക്കിയത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന് എന്തൊക്കെ ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ, അതായത് എയർപോർട്ടിൽ ഒരുപാട് സെക്യൂരിറ്റികൾ വെച്ചിട്ടുണ്ട്. അതായത് കാനഡയിൽ നിന്നും, കാനഡ, സ്വീഡൻ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ നന്നായിട്ട് റിസർച്ച് ചെയ്ത് അവരെ നന്നായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം എയർപോർട്ടുകളിൽ എല്ലാവരും നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് 5 മുതൽ 21 ദിവസം ആയതുകൊണ്ട് ഇതിനു മുമ്പ് കാനഡയിൽ നിന്ന് വന്ന ആൾക്കാരെയും നിരീക്ഷിക്കാനായിട്ട്, അതായത് അവരെയും ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഈ ഒരു കാര്യം നിരീക്ഷിക്കാനായിട്ടുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ സ്വീഡൻ, കാനഡ എന്ന് മാത്രമല്ല, സൗത്ത് ആഫ്രിക്കൻ ആ ഒരു ഭാഗമില്ല, അതായത് നൈജീരിയ, കോങ്കോ റീജിയൻ അവിടെ നിന്ന് വരുന്നവരെയും ഇത് നന്നായിട്ട് നിരീക്ഷിക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു സ്പ്രെഡ്, അതായത് ഇത് എങ്ങനെയാണ് പടരുന്നത്, അതല്ലേ ഇമ്പോർട്ടന്റ് കാര്യം. അതായത് എങ്ങനെ ഇത് പടരും? ഒന്നാമത്തെ കാര്യം ടച്ചിലൂടെയാണ്. അതായത് നമ്മൾ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കും അത് പടരും. രണ്ടാമത്തേത് ബോഡി ഫ്ലൂയിഡ്. മൂന്നാമത്തേത് ഫിസിക്കൽ കോണ്ടാക്ട്. ഈ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ആണ് വെരി ഹൈ ചാൻസ്. അപ്പോ ഈ പറയുന്ന 3 കാര്യങ്ങളിലൂടെയാണ് ഇത് പടരാൻ കൂടുതലും ചാൻസ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം, നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഒറ്റ കാര്യമുള്ളൂ, പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടിട്ട് കൈയൊക്കെ കഴുകിക്കോ. അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതായത് ഇത് കൂടുതലും പടരുന്നത് ടച്ച്. അതുകൊണ്ട് എവിടെ പോയാലും, ഇപ്പോ എംപോക്സ് അല്ലെങ്കിലും പുറത്ത് എവിടെ പോയിട്ട് വന്നാലും കൈയൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകാനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ പോയിട്ട് എവിടെയൊക്കെയാണ് തൊടുന്നത്, നമ്മൾ തൊടുന്ന ഒരു സ്ഥലത്ത് ഇതിനു മുമ്പ് കോടിക്കണക്കിന് ആൾക്കാർ വന്ന് തൊട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്കുള്ള രോഗാണുക്കളും എല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൈ നന്നായിട്ട് കഴുകിക്കോ. പിന്നെ നമ്മളെല്ലാവരും ഒരു ബേസിക് ഹൈജീൻ ഫോളോ ചെയ്യണം. അതായത് നമ്മളെല്ലാവരും നല്ല പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത്
അതായത് ഒരു ബേസിക് ഹൈജീൻ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മളെ വിട്ടു മാറും. അപ്പോ ഇതൊക്കെയാണ് എംപോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു ഗ്ലോബൽ കൺസേൺ ആണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് പറയാം. ഇത് കോവിഡ് പോലെയല്ല, കുറച്ചുകൂടി സീരിയസ് ആണ്. അതുകൊണ്ട് ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സ്പ്രെഡായി ഇനിയും പല പല രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറഞ്ഞത് എംപോക്സിനെ കുറിച്ചാണ്. സോ ഗായ്സ്, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം. ഓക്കെ ഗായ്സ്, ഗുഡ് ബൈ.